ക്യാമറക്ക് മുന്നിൽ നമ്മൾ ഒരു എന്താ പറയുക കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാക്കാൻ നോക്കുന്നത് ചില വിവാദങ്ങൾ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ് ആ ഒരു കണ്ടന്റിന് വേണ്ടി നമ്മൾ ഇപ്പം പറയുന്ന കോമാളി വേഷം കിട്ടുന്നത്. അത് മറ്റേ അതിൽ വിട്ട് കഴിഞ്ഞാൽ നമ്മൾ വേറെ ഒരു റിയൽ ലൈഫുണ്ട്. അതിൽ അത്യാവശ്യം ഇപ്പോൾ ഒരു പാക്കറ്റ് പാലിന് 30 രൂപയാണെന്നുള്ളത് അറിയാമെന്ന് എനിക്ക് ബുദ്ധിയുണ്ട്. വീട്ടിലോട്ട് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. ഒരു കിലോ പഞ്ചസാര 45-55 രൂപ ലെവലാണെന്ന് എനിക്കറിയാം. അല്ല ഒന്നും അറിയാത്ത ഒരാളല്ലേ. എങ്ങനെയാണ് അപ്പൊ ഈ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന രീതിയിൽ ഈ കണ്ടന്റുകൾ ഉണ്ടാക്കുന്ന ബുദ്ധി കേന്ദ്രം കൂടെയുള്ള ആരെങ്കിലും ആണോ അതോ സ്വയമാണോ? സ്വയം കണ്ടന്റ് പ്ലാൻ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മള് കൂട്ടുകാർ വിഷ്ണു കൊച്ചിക്കാനാണെങ്കിൽ അഭിലാഷാട്ടയും അങ്ങനെ ഒരുപാട് കണ്ടെങ്കിൽ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പുതിയ വരുന്നുണ്ട്. പുതിയത് ആൾക്കാരിൽ കൂടുതലും ഞാൻ ലേഡീസുടെ സൗഹൃദം പുലർത്താറുള്ളത്. അതിൽ ഒരുപാട് എന്താ പറയുക ധൈര്യം വേണ്ട ഒരു മേഖലയാണ്. കാരണം ബോയ്സിനെക്കാളും കൂടുതൽ ലേഡീസോട് അടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് പേടിക്കാനുണ്ട് പല കാര്യങ്ങൾ. അപ്പം അതൊക്കെ ഒരു എന്താ പറയുക ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ പെൺകുട്ടികളോട് ഇന്നത്തെ കാലത്ത് സൗഹൃദം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സൗഹൃദം എന്ന് പറഞ്ഞാൽ എന്ത് സൗഹൃദമാണെങ്കിൽ പോലും ഞാൻ പറയണത്. പക്ഷേ അതായത് ഈ അലൻ എന്ന് പറയുന്ന വ്യക്തിയെ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആദ്യം ഓൺലൈൻ മീഡിയാസ് കൊണ്ടുവന്നപ്പോഴാണ് എനിക്കൊന്നും ശ്രദ്ധിക്കപ്പെട്ടത്. പെട്ടെന്നായിരുന്നു ശ്രദ്ധിക്കപ്പെട്ടതിന് ശേഷമുള്ള അലന്റെ ആ ഒരു വളർച്ചയും. അതിനിടയ്ക്ക് ഈ പറഞ്ഞ ട്രോളുകൾ എന്ന് പറയുന്ന ഈ ട്രോളന്മാർക്ക് ഒരു മുഖ്യ പങ്കുണ്ട് അലൻ എന്ന് പറയണ ഒരാളെ സോഷ്യൽ മീഡിയയിൽ ഇത്രയും റീച്ചാക്കി നിർത്തുന്നതിൽ, അല്ലെ? അവർക്കൊരു പ്രത്യേക പങ്കുണ്ട്. പക്ഷെ ഇതിനൊക്കെ അച്ഛനും അമ്മയും അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരും നമുക്ക് അടുത്ത് നിൽക്കുന്ന നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള കുറച്ച് പേര് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും. അവര് എന്താ അലനോട് ഇതിനെ കുറിച്ചൊക്കെ പറയാറുള്ളത്? ഫസ്റ്റ് ടൈം എതിരായിരുന്നു. ഈ ക്യാഷ് എന്ന് പറഞ്ഞ സംഭവം വന്നു തുടങ്ങിയ പിന്നെയാണ് ഒരുപാട് ഫ്രണ്ട്സ് നമ്മളോട് കൂടെ നിന്നത്. മനസ്സിലായ? ഇപ്പോ എന്റെ പ്രായം 24 വയസ്സാണ്. അപ്പൊ ആ പ്രായത്തിലുള്ള ആൾക്കാർ പോലും സൗഹൃദം കൂടിയത് ഇപ്പൊ പണം എന്ന് പറയുന്ന സംഭവം എൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ്. മനസ്സിലായ? നമ്മളൊരു കോമിക്കായിട്ട് നിന്ന് ആ ഒരു കണ്ടന്റ് റിവ്യൂ പറഞ്ഞ സമയത്ത് ഇവരാരും നിന്നില്ലായിരുന്നു. അന്ന് എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ലായിരുന്നു. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്കത് ഓർക്കുമ്പോൾ സമയമുണ്ട്. കാരണം എനിക്ക് കിട്ടുന്ന ലക്ഷങ്ങളല്ല, പക്ഷേ ഒരു ദിവസം 10,000 രൂപയിൽ മുകളിൽ വീഡിയോ പ്രൊമോഷൻ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു പണത്തിൻ്റെ ബലത്തിലാണ് എൻ്റെ കൂടെയുള്ള പല സൗഹൃദങ്ങളും. ഇപ്പം എല്ലാം അങ്ങനെ അല്ലെന്നല്ല, പക്ഷെ ചില സൗഹൃദങ്ങൾ. പിന്നെ വീട്ടുകാർക്ക് പിന്നെ നമ്മൾ ഒരു മകൻ എന്ന നിലയിൽ ഒരു 3,000 രൂപ 5,000 രൂപ ഞാൻ ഒരാഴ്ച കൊടുക്കാറുണ്ട്. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. അതമ്മ വന്നിരുന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഇന്റർവ്യൂവിൽ വന്ന് പറയേണ്ട ആവശ്യമില്ല. സത്യസന്ധമായിട്ട് എനിക്ക് ഗൂഗിൾ പേ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് പല കാര്യങ്ങളും. അല്ല, 24 വയസ്സുള്ള ഒരാൾ ഈ പ്രായത്തിൽ നല്ലൊരു എമൗണ്ട് സമ്പാദിച്ച് വീട്ടുകാരെ നോക്കുക, അച്ഛനമ്മയെ കെയർ ചെയ്യാന്നുള്ളത് നിസ്സാര കാര്യമല്ല ഇപ്പത്തെ കാലഘട്ടത്തില്. പക്ഷെ അതിനടുത്ത മാർഗമാണ് അലൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇവിടെ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. ആ മാർഗത്തിനെയാണ് മാർഗം നമ്മൾ എന്താ പറയാ മാർഗത്തിനോട് ചേർന്ന് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഏത് മാർഗത്തിലൂടെയും നമുക്ക് തരണം ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ ഇപ്പോൾ ആദ്യം റിവ്യൂ പറയുന്ന സമയത്ത് നമ്മളെ മാറ്റി നിർത്തുന്നതും പരിഹാസം ചെയ്യുന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. അപ്പൊ പിന്നെ അത് ഒരുപാട് ഇന്റർവ്യൂകളിലൂടെ മാറിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പലരുടെ വ്യക്തിപരമായിട്ടുള്ളൊരു എന്താ പറയാ കമ്മിറ്റ്മെന്റ്സ്, ആൾക്കാർ നമ്മളോടുള്ള പെരുമാറ്റം കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്കിപ്പോ പണ്ടൊക്കെ വേറെ എനിക്ക് ആ സ്റ്റേജിൽ പള്ളികളിൽ പോകാൻ പറ്റില്ലായിരുന്നു. കളിയാക്കുക, കൂവുക, ഒച്ചപ്പാടുക, അങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരുപാട് മാറിയെന്ന് തോന്നുന്നു.